നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 10, 2025 തിങ്കൾ. അങ്ങനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനുകളിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അവസാനമായി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി തുടങ്ങിയ ലീഡിംഗ് ആയ മറ്റ് ഇൻഡസ്ട്രീസുകളിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. മാർക്കറ്റിന് തുടർന്ന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് ഇന്ന് 25,653 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും ഇന്ന് 82 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,574 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 319 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 60 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് ഇന്ന് 66 പോയിന്റുകളുടെ നേട്ടമാണ് കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായത്. നേട്ടം ഇന്ന് മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും NSEയിലാകെ 1361 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1508 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകൾക്കും തന്നെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് നിഫ്റ്റി IT ആണ് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുകയുണ്ടായത്, ഏകദേശം 2%. മാത്രവുമല്ല നിഫ്റ്റി IT ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ഫാർമയ്ക്ക് 1%, മെറ്റൽ ഇൻഡെക്സിന് 0.6% നേട്ടവും കൈവരിക്കാനായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിൽ സമ്മിശ്രമായ പ്രകടനമാണ് കാണുവാൻ സാധിച്ചത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.7% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, കോൾ ഇന്ത്യ, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ട്രെൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹെൽത്ത് കെയർ, ഇറ്റേണൽ, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 3 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 88.69 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇന്ന് ലെൻസ്കാർട്ടിന്റെ IPO ലിസ്റ്റിംഗിൽ മാർക്കറ്റിനെ നിക്ഷേപകരെയും നിരാശപ്പെടുത്തുകയുണ്ടായി. കാരണം 3% നഷ്ടത്തോടു കൂടിയിട്ടാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. തുടർന്ന് സ്റ്റോക്കിന് ഇൻട്രാഡേ ബേസിസിൽ 15% നേട്ടവും കൈവരിക്കുവാനായി. അതുപോലെ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടാറ്റ മോട്ടോഴ്സിൽ നിന്നും വേർപിരിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രക്ക് ബിസിനസ് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ അഥവാ TMLCVയുടെ ഓഹരികൾ ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റും നിക്ഷേപകരും വെച്ച് പുലർത്തുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ദീർഘകാല US ഗവൺമെന്റിന്റെ അടച്ചുപൂട്ടൽ 40-ാം ദിവസത്തിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വിപണിയുടെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് ആഗോള വിപണിയിലും ഉണർവ് പ്രകടമായിരുന്നു. മാത്രവുമല്ല ഇതിന്റെ ഫലമായിട്ട് നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 238 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%, ഫ്രാൻസ് മാർക്കറ്റ് 1.5%, ജർമ്മൻ മാർക്കറ്റ് 2% നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ഇതിനെ തുടർന്ന് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ദീർഘകാല US ഗവൺമെന്റിന്റെ അടച്ചുപൂട്ടലിന് പരിഹാരം വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം മൂലം ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ ഉണർവിനെ തുടർന്ന് സെന്റിമെന്റ്സും ഉയരുകയുണ്ടായി. ഈ ഒരു ഘടകമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളെയും നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ പ്രധാന കാരണം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം തുടക്കം മുതൽ അതിശക്തമായ സെല്ലിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെയും നിക്ഷേപകരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് നടത്തിയതെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മാസത്തെ
ഫോസ്റ്റ് ബൈയിങ് 4581.34 കോടി രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഹ്യൂജ് സെല്ലിങ്ങിന് ശേഷം വെള്ളിയാഴ്ച ഉണ്ടായ ഹ്യൂജ് ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വീണ്ടും ഉണർത്തുകയുണ്ടായി. ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾക്ക് പുറമെ ഇന്ന് ഗോൾഡ്മാൻ സാച്ചസിന്റെ ഭാഗത്തു നിന്നും 13 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി ന്യൂട്രലിൽ നിന്നും ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗിലേക്ക്. മാത്രവുമല്ല നിഫ്റ്റിയുടെ ടാർഗറ്റും അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026 ഡിസംബറോടുകൂടി നിഫ്റ്റി 29,000 എന്ന ലെവലിലേക്ക് എത്തിച്ചേരും. തൽഫലമായി 14% ഉയർച്ചയാണ് അവർ നിഫ്റ്റിയിൽ പ്രൊഡിക്റ്റ് ചെയ്യുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡ്മാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു അപ്ഗ്രേഡും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഈ 3 കാരണങ്ങളും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ചെങ്കിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന മൂല്യശോഷണവും അതുകൂടാതെ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി, ഏകദേശം 1% ഈ രണ്ട് ഘടകങ്ങളും അതേസമയം ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മോശമായി തന്നെ ബാധിക്കുകയുമുണ്ടായി. എങ്കിലും ഒത്തിരി ദിവസങ്ങളായിട്ട് ഈറ്റപ്പായിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് കൂൾ ഓഫ് ആവുകയുമുണ്ടായി 2.07%. തൽഫലമായി 12.30 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. കമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.7%ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.72%ന്റെയും ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് $480 എത്തിച്ചേരുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. സോളാർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 21% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 21% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഇമാമി നെറ്റ് പ്രോഫിറ്റിൽ 30% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 10% ഇടിവ് രേഖപ്പെടുത്തി. ഗ്രഫൈറ്റ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 60% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. സഫാരി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 58% വർധനവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 16% വളർച്ചയും രേഖപ്പെടുത്തി. SGVN നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5% ഇടിവും രേഖപ്പെടുത്തി. ജൂനിപ്പർ ഹോട്ടൽസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 27.82 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തിരുന്ന കമ്പനി ഇത്തവണ 17 കോടി രൂപയുടെ ലാഭമാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 7% വളർച്ച രേഖപ്പെടുത്തി. വിമാർട്ട് റീറ്റെയിൽ 8.87 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് ഇത്തവണ കമ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 22% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.